ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കസ്തൂരി. അപ്പോൾ ഇന്നും ഞാനൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നേക്കുന്നത്. എപ്പോഴും നമ്മൾ ഹോം റെമഡീസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതല്ലേ. എല്ലാവർക്കും ഈ സെയിം അഭിപ്രായം ഉണ്ടാവണമെന്നില്ല കേട്ടോ. എന്നാലും നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഫേസിൽ പരീക്ഷിക്കണം. അത് നല്ലതായിരിക്കും. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും. പാർലറിൽ ഞാനും പോകാറുണ്ട്, പക്ഷെ അത് ഹെയറിനുള്ള പരിപാടിക്കല്ലാതെ ഞാൻ ഇന്നുവരെയും പാർലറിൽ പോയി ഫേസിന് ഒരു പരിപാടി ഇന്നുവരെയും ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെയുള്ള ക്രീംസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ ഈ ചെറിയ ചെറിയ പാക്ക്, ഫേസ് പാക്ക്, ഇതെല്ലാം വീട്ടിലുള്ള പരിപാടികൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ വ്ളോഗിൽ കൂടെ ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഫേസ് പാക്ക്, ഒരു ഓട്സിൻ്റെ ഫേസ് പാക്ക്, അതൊരു സ്ക്രബ് ഫേസ് പാക്കാണത്. അപ്പോൾ അത് നല്ലൊരു പാക്കാണ് കേട്ടോ, നല്ല എഫക്റ്റീവാണ്. നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മൾ പാർലറിലൊക്കെ പോയി ഓരോ ഫേഷ്യലും കാര്യങ്ങളും ചെയ്യുന്നതിനെക്കാട്ടി 100 മടങ്ങ് ഇഫക്റ്റീവാണ് നമ്മൾ ഈ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അത് സ്കിന്നിനും ഒരു ഡാമേജും വരത്തില്ല, നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വെച്ച് നീണ്ടില്ല. അപ്പോൾ ആ പാക്ക് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ലാത്തവർ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ട് അതൊന്ന് ചെയ്തു നോക്കും കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇട്ട് നോക്കുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നും ഞാനൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം വെച്ച് നീട്ടില്ല, നമ്മുടെ ഹോം റെമഡീസ് നമ്മുടെ ഹോം റെമഡിയിൽ ആവശ്യമായിട്ടുള്ള കിച്ചൺ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹോം റെമഡിക്കുള്ള സാധനം കേട്ടോ. ഇതിപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം അവിടുത്തെ കിച്ചണിൽ വെച്ചാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണെന്ന് കാട്ടിത്തരാം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് പൊട്ടറ്റോ. ഞാൻ ഒരു ഹാഫ് പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ലെമൺ ഒന്നും വേണമെന്നൊന്നുമില്ല, നമ്മൾ മിക്സ് ചെയ്യണ അനുസരിച്ച് ലെമൺ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവൽ. ഇത് ഞാൻ എടുത്തേക്കുന്നത് വെള്ള അവലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടിട്ട് കാട്ടിത്തരാം. അപ്പം വൈറ്റ് കളറുള്ള പ്യുവർ വൈറ്റ് ആയിട്ടുള്ള അവലാണ് ഞാൻ എടുത്തേക്കുന്നത്. സാധാരണ ഒരു ബ്രൗണിഷ് കളറാണ് കിട്ടുന്നത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നല്ല വൈറ്റ് ആയിട്ടുള്ള റൈസിൻ്റെ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം മറ്റ് ബ്രൗൺ കളർ ഇട്ട് കഴിഞ്ഞാൽ സെയിം എഫക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് വെച്ച് ചെയ്തിട്ടില്ല. അത് വെച്ച് ചെയ്താൽ മാത്രമേ എനിക്കത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇത് വെച്ച് ചെയ്യുമ്പോൾ എന്താണ് എഫക്റ്റ് എന്നുള്ളത് അടുത്ത കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മിക്സ് ചെയ്ത ഈ സാധനം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് ഫേസിൽ ഉള്ള ഒരു ചേഞ്ച് നമുക്ക് നോക്കാം. കണ്ടോ, ഞാൻ ഫേസിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, നെക്കിലും ഫേസിലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഡ്രൈ ആവണത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയതിന് ശേഷം ഞാൻ കാട്ടിത്തരാം. ഓക്കെ. അപ്പോൾ കണ്ടോ, ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിക്ക് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. നമ്മൾ നല്ലവണ്ണം ഈ മുഖത്തൊക്കെ സൺടാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിട്ടാൽ ഫസ്റ്റ് ഇതിൽ തന്നെ നല്ലൊരു റിസൾട്ട് അറിയാൻ പറ്റും. പിന്നെ നമ്മളിത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നല്ലവണ്ണം സ്കിൻ ടോൺ ബ്രൈറ്റർ ആക്കാൻ പറ്റും. ഞാൻ ഈ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. കണ്ടോ, നല്ല രീതിക്ക് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ഇതും ഇപ്പോഴും ഫേസ് പാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതും നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് അറിയാം. നമുക്ക് പറ്റുമ്പോഴൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് ഇത്ര ദിവസം അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റുമ്പോഴൊക്കെ എത്രത്തോളം ചെയ്യുമോ അത്രത്തോളം നല്ലതാണ്. ഇത് എത്ര ചെയ്താലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ഫേസ് നല്ല ഭംഗിയാക്കുമെന്നേ ഉള്ളൂ, വേറെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ ഞാൻ ഇതിൽ ഒരു ഫുൾ ലെമൺ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ഇത് ഗ്രൈൻഡ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ജ്യൂസ് അത്ര പോരെന്ന് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഒരു ലെമൺ തന്നെ വേണമെന്നില്ല, 1.5 അല്ല വലിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ ഒരു നാരങ്ങ മതി. അല്ല ഈ ചെറിയ നാരങ്ങയാണെങ്കിൽ ചിലപ്പോൾ 2 എണ്ണമെല്ലാം യൂസ് ചെയ്താൽ മാത്രം ആ ഒരു നമുക്ക് തേക്കാനായിട്ടുള്ളൊരു ചെറിയൊരു ലിക്വിഡ് ഫോമില്ലേ അതിലാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. വെള്ളം ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും ലെമൺ ജ്യൂസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നാരങ്ങയില്ല, ഒരു നാരങ്ങയൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്ന ആ സമയം നമ്മൾ ഇപ്പം ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോൾ ഒന്നേ ഉള്ളെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് തന്നെ കാണാം, നല്ല റിസൾട്ടാണ്, അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ.
അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ഫേസ് പാക്കിൻ്റെ. അത് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ അത് കാണാത്തവർക്ക് കാണാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് കയറി കാണാം കേട്ടോ. എന്നിട്ട് ഈ 2 ഫേസ് പാക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.